അഞ്ചലിൽ രഞ്ജിനിയെയും അവരുടെ 17 ദിവസം പ്രായമുള്ള ഇരട്ടക്കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ CBI പ്രതികളെ പൊക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ 18 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുന്നു. രഞ്ജിനിയെയും പെൺകുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് രണ്ടാം പ്രതി രാജേഷാണെന്നാണ് മുഖ്യപ്രതി ദിപിൽ കുമാറിന്റെ മൊഴി. ഇവരെ ഇല്ലാതാക്കാമെന്ന് നിർദ്ദേശിച്ചതും ഇയാളാണ്. കുഞ്ഞുങ്ങളുടെ ജനനത്തിന് മുൻപ് തന്നെ തങ്ങൾ കൊലപാതകം ആസൂത്രണം ചെയ്തെന്നും മൊഴിയിലുണ്ട്. രഞ്ജിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ രാജേഷ് അവിടെ എത്തി മറ്റൊരു പേരിൽ പരിചയപ്പെട്ടു. വാടക വീട്ടിലേക്കടക്കം ഇവരെ മാറ്റിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. ദിപിൽ കുമാറിൽ നിന്നാണ് രഞ്ജിനി ഗർഭിണിയാകുന്നത്. കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി ദിപിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാതിരുന്നതോടെയായിരുന്നു ക്രൂര കൊലപാതകം. ദിപിലിന്റെ സുഹൃത്താണ് കൂട്ടുപ്രതി രാജേഷ്. കൊല നടത്തിയ ശേഷം മുൻ സൈനികരായ പ്രതികൾ 18 വർഷമാണ് ഒളിവിൽ കഴിഞ്ഞത്. ആദ്യ 2 വർഷം ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ കറങ്ങി. പിന്നീട് 2008-ൽ പുതുച്ചേരിയിലെത്തി മറ്റൊരു പേരിൽ താമസിച്ചു വരികയായിരുന്നു. ഇരുവരും അവിടെ വിവാഹവും കഴിച്ചിരുന്നു. സ്വന്തം സ്ഥാപനം തുടങ്ങി ജീവിതം നയിച്ചുവരവെയാണ് വർഷങ്ങൾക്കിപ്പുറമുള്ള നിർണായക അറസ്റ്റ്. രഞ്ജിനിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഒരു ബില്ല് കേസിൽ നിർണായക തെളിവായി. ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രതികൾ വാങ്ങിയ ബൈക്കിന്റെ ബില്ലാണ് കിട്ടിയത്. കടയുടമയുടെ മൊഴിയും പ്രതികളെ കണ്ടെത്തുന്നതിൽ പ്രധാനമായി. ദിപിൽ നേരത്തെ സംശയനിഴലിലായിരുന്നെങ്കിലും സംഭവ സമയം ഇയാളുടെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് സുഹൃത്തായ രാജേഷിന്റെ പങ്ക് ബോധ്യമാകുന്നതും ഇവരുടെ ഗൂഢാലോചന വെളിപ്പെടുന്നതും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.